സംസ്ഥാനത്തിന്റെ അവസാന പാത കടമെടുപ്പും വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ 5600 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. കേരളം ആവശ്യപ്പെട്ടത് 7437.61 കോടി രൂപയാണ്. കേന്ദ്രം അനുവദിച്ചത് 1838 കോടി മാത്രമാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, സംസ്ഥാനത്തിന്റെ അവസാന പാത കടമെടുപ്പും വെട്ടിക്കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനദ്രോഹ നടപടികൾ ഇങ്ങനെ കേന്ദ്ര സർക്കാർ തുടരുകയാണല്ലോ ഷീജ. അശ്വതി, പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ അവഗണന, സംസ്ഥാനത്തിനോടുള്ള അവഗണന അത് ആ രീതിയിൽ തന്നെ തുടരുന്നു. അതൊരു സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ എത്തി നിൽക്കുമ്പോഴും ആ ക്രൂരത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി അത് നേരത്തെ തന്നെ വെട്ടിച്ചുരുക്കിയിരുന്നു. ഇപ്പോൾ അവസാന പാദത്തിലുള്ള കടമെടുപ്പിൽ നിന്നും 5600 കോടി രൂപയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. കേരളം നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 7437.61 കോടി രൂപയായിരുന്നു. എന്നാൽ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇതിൽ അനുവദിച്ചത് 1838 കോടി രൂപ മാത്രമാണ്. ഈ വർഷം ആകെ കടമെടുപ്പ് അനുവാദം 45,689.61 കോടിയായിരുന്നു. ഇതിൽ തന്നെ 32,442 കോടി പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാമെന്ന് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം കേന്ദ്രം സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 14,400 കോടിയുടെ കടം നബാർഡ്, അതോടൊപ്പം തന്നെ ദേശീയ സമ്പാദ്യ പദ്ധതി ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,852 കോടി രൂപയുടെ കടമെടുപ്പിന് ഉള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് ഇനി ബാക്കി ശേഷിക്കുന്ന 7437.61 കോടി രൂപയുടെ അനുമതി സംസ്ഥാനം തേടിയത്. പക്ഷേ അതിനുള്ള അനുമതി ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. ഇതോടുകൂടി സംസ്ഥാനത്തിന്റെ അവസാന പാദത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം അവതാളത്തിൽ ആകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇനി സെപ്റ്റംബർ മുതലുള്ള ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വർഷാന്ത്യ ചെലവുകളും വലിയ പ്രതിസന്ധിയിലേക്കാകും ഇതിലൂടെ പോവുക. അശ്വതി. ശരി ഷീജ, സംസ്ഥാനത്തിന്റെ അവസാന പാത കടമെടുപ്പും വെട്ടിക്കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ. 5600 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. കേരളം ആവശ്യപ്പെട്ടത് 7437.61 കോടിയാണ്. പക്ഷേ കേന്ദ്രം അനുവദിച്ചത് 1838 കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും എസ് ഷീജ നൽകിയത്.